പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ 4 തീയതി വലിയ ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്ത് കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവെ, ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ തന്നെ ഏജൻസി, ക്രയവിക്രയങ്ങൾ,
ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹ യാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിതം നീക്കുകയാണ്. നമുക്കറിയാമോ, ഏറ്റവും കൂടുതൽ ധാർമ്മികമായി ഏറ്റവും കൂടുതൽ ആൻറ്റി ക്രിസ്ത്യൻ ആയിരിക്കുന്നത് ആരാണ്? ജനാധിപത്യ രാജ്യങ്ങളിലെ ജുഡീഷ്യറിയാണ് ശരിക്കും. നമ്മളിപ്പോൾ ഈ അലഹബാദിൽ നിന്നൊക്കെ കേൾക്കുന്ന കാര്യങ്ങളില്ലേ, ഇതെല്ലാം വെള്ളക്കാരൻ്റെ കോടതി നേരത്തെ തീരുമാനമായ കാര്യങ്ങളാണ്. ഒരു ഫെഡറൽ രാജ്യങ്ങളിൽ അവർ മനുഷ്യന് ഹ്യൂമനിസത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് ഒരു ദൈവികത കൽപ്പിക്കും. എന്നിട്ട് അതിനെ മതത്തിൽ നിന്നും ദൈവവിശ്വാസം അടർത്തി മാറ്റും. മനുഷ്യൻ്റെ തനത് സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കും. എന്ന് വെച്ചാൽ ജനാധിപത്യ രാജ്യങ്ങൾ, ഫെഡറൽ റിപ്പബ്ലിക്കുകൾ ചവിട്ടി തള്ളിക്കളയുന്നത് ആരെയാണ്? ക്രിസ്തുവിനെ തന്നെയാണ് ചവിട്ടി മാറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ വാങ്ങലാണ് ഇവിടുത്തെ കോടതി എടുത്തിരിക്കുന്നത്. നമ്മൾ അവിടെ വെള്ളക്കാരെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. യൂണിയൻ ജാക്കിൻ്റെ പതാക 47 നമ്മൾ ആ പതാക താഴ്ത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. മാനസിക അടിമത്തങ്ങളും കൊളോണിയൽ അടിമത്തങ്ങളും ഇപ്പോഴും ജുഡീഷ്യറിയിൽ നിലനിൽക്കുകയാണ്. അത് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ജുഡീഷ്യറി, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് പറ്റിയൊരു ജുഡീഷ്യറി ആണ് നമ്മൾ ജനങ്ങളെ നമ്മുടെ ഭരണഘടനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഒരു ഫെഡറൽ റിപ്പബ്ലിക്കിൻ്റെ മതേതരമായിട്ടുള്ളൊരു സെക്യുലർ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മാനുഷിക കാര്യങ്ങളെ പരിഗണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന അങ്ങനെ ഒത്തിരിയേറെ നിയമങ്ങൾ ആ രീതിയിൽ ഈ കാലങ്ങളിൽ പടച്ചുവിട്ടിട്ടുണ്ട്. അത് വരണ നിസ്സാരമായ പ്രശ്നങ്ങളല്ല അത് വരുത്തണത്. പിലാത്തോസൊക്കെ ഇന്നും വളരെ ലൈവായിട്ട് ജഡ്ജിമാരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. ഞാൻ ജഡ്ജിയെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഇതിൻ്റെ വരുന്ന ഒരു വിഷയം ഭരണഘടനയെ നിഷ്ക്രിയമാക്കി കളയുന്നൊന്നും പാർലമെൻറ്റിനെ നിഷ്ക്രിയമാക്കി കളയും. ഇതിനാ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. കാര്യം ഇതൊക്കെ തീരുമാനിക്കുന്നത് ജനങ്ങളുടെ ഒരു മാനസിക അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾ ബില്ലാക്കുമ്പോഴാണ് ആ നിയമം വെച്ചുകൊണ്ട് ഇവരത് നിയമാനുസൃതമാണോ അല്ലേന്ന് പറയണത്. ഇപ്പം എവിടെയോ ലോകത്ത് മറ്റു രാജ്യങ്ങളിലുള്ള നിയമം വെച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയുടെ ജനങ്ങളെ വിധിക്കാൻ വരുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം. അത് ഭരണഘടന ഇനാക്ടിവേഷനായിട്ട് വരും. ഇത് നിസ്സാരമല്ല കാര്യങ്ങൾ. ഇത് ഞങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലായെന്നറിയത്തില്ല. ഇത് തന്നെ ക്രിസ്തുവിൻ്റെ കാലത്തും സംഭവിച്ചത്. നിയമപരമായിട്ട് ഇപ്പം അവരുടെ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് വിധിച്ചു കൊള്ളാൻ പറയാനുണ്ടല്ലോ. അപ്പോൾ അവരുടെ നിയമങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയണത്? ഇവൻ സീസറിന് എതിരാണെന്ന് പറയും. പൊളിറ്റിക്കലൈസ് കർത്താവിനെ കൊല്ലുന്നതിന് വേണ്ടി പൊളിറ്റിക്കൽ സിവിൽ ലോ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് അന്നാസും കയ്യാഫാസും. കാര്യം അത് ഉപയോഗിക്കാൻ കാരണം അന്നാസിനും കയ്യാഫാസിനും റിലീജിയസ് ലോ ഉണ്ടെങ്കിലും ആളെ കൊല്ലാൻ പറ്റത്തില്ല. അപ്പം കൊല്ലാൻ വേണ്ടിയാണ് അന്നാസ് സീസറിൻ്റെ എതിരാളിയായിട്ട് ഈശോയെ ചിത്രീകരിക്കണത്. ഈശോ സീസറിൻ്റെ എതിരാളി അല്ല എന്നുള്ളത് ഹു ആർ യു, നീ ആരാണ് എന്ന് ചോദിക്കുന്നതിലൂടെ നിനക്കെന്താ സീസറുമായിട്ട് എതിർപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈശോ പറയും,
ഞാനും സീസറിൻ്റെ രാജ്യവുമായിട്ട് ബന്ധമില്ല, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. അപ്പം തന്നെ പിലാത്തോസിൻ്റെ കാര്യം മനസ്സിലായി. പക്ഷെ പിലാത്തോസ് ഈശോയുടെ ഒരു ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അയാൾക്ക് അറിവില്ല. പിന്നെ അയാൾ ചോദിക്കണത്, അതുകൊണ്ടാണ് അയാൾ നീ ആരാണെന്ന് ചോദിക്കുന്നത്. അപ്പം ഈശോ പറയും, ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ്. അപ്പോൾ പിലാത്തോസ് പിന്നെയും കുഴയും. പിലാത്തോസ് ചോദിക്കും, ദെൻ വാട്ട് ഈസ് ട്രൂത്ത്, എന്താണ് സത്യം എന്ന് പറയും, ചോദിക്കും. അപ്പോൾ കർത്താവ് തന്നെയാണ് സത്യം, ഐ ആം ദ ട്രൂത്ത് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പിലാത്തോസിനോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് കർത്താവ് മൗനനായി നിന്നു. അപ്പോൾ ക്ലോഡിയ കയറി വരും. ക്ലോഡിയ പരവേശപ്പെട്ട് സങ്കടപ്പെട്ട് വരും. പിലാത്തോസിൻ്റെ ഭാര്യ, ഈ മനുഷ്യൻ്റെ മേൽ ശ്രദ്ധ വേണം, അദ്ദേഹം കാരണം ഞാൻ ഒത്തിരി പേരെ സ്വപ്നത്തിൽ ക്ലേശം അനുഭവിച്ചു, അവൻ നീതിമാനാണ്. ക്ലോഡിയ അത് പറയുമ്പോൾ പിലാത്തോസും പറഞ്ഞു, എനിക്കറിയാം ക്ലോഡിയ, ഇയാൾ നീതിമാനാണ്. പക്ഷേ നമ്മൾ ഭക്ഷണം കഴിച്ചു പോണത് സീസറിൻ്റെ ശമ്പളത്തിൽ നിന്നാണ്, നമുക്ക് അതാണ് നീതി, അതുകൊണ്ട് വെള്ളം കൊണ്ടുവരാൻ പറയും. അപ്പോൾ ഒരു ജഡ്ജ്മെൻ്റ് അവിടെ കഴിയും. പിലാത്തോസ് കൈ കഴുകുകയും ചെയ്യും. നിയമം വേറെ, സത്യം വേറെ. ക്രിസ്തു എപ്പോഴും ക്രൂശിക്കപ്പെടും. ഇനിയും നല്ല കള്ളനെപ്പോലെ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കണം. കോടതി വിധികൾ ഇനിയും ഉണ്ടാവും. അതുവഴി ധാർമ്മികതയും എത്തിക്സും ഒക്കെ ക്രൂശിക്കപ്പെടും. നിയമപരമായിട്ടുള്ള കാര്യം, വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അനാസും കയ്യപ്പാസും ജയിക്കും, ദുഃഖവെള്ളി തുടരും. പക്ഷെ ഓർക്കുക, ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവൻ്റെ ഓഹരി എന്താണ്? എന്നോടുകൂടി സഹിച്ചവൻ എന്നോടുകൂടി നേടും. ഒരു പുനരുത്ഥാനത്തിൻ്റെ ഓർമ്മയായിട്ടാണ് ഈശോ ഇടത്തോക്ക് വലത്തേക്ക് തന്നെ തല ചായച്ചുകൊണ്ട് എല്ലാം പൂർത്തിയായെന്ന് പറയുന്നത്. ധൈര്യത്തോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം.